ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് ഇക്കാൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായി, ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ടെൻഷനിൽ, അതിൻ്റെ ആ ഒരു ഇതിലാണ് അന്നിക്ക അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്നോട് അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കും. എന്നോട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയായിരുന്നു. എന്ത്, ആരെങ്കിലും നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നാ, അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മനസ്സ് കനല് ഉള്ളിൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു വലിയൊരു കനലിട്ടിട്ടാണ് എന്നെ വിട്ട് പോയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞതാണ് എൻ്റെ ഇത് സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒരു കാര്യം കൂടി. ദയവ് ചെയ്തിട്ട് നീ കുറച്ച് വെള്ളം എടുത്തിട്ടോ അമ്മച്ചി, ചൂടുവെള്ളം വെച്ച് ഷിബുട്ടിനോട് പറയും. ഷിബുട്ടിനോട് പോയിട്ട് അമ്മച്ചി അടുപ്പിന്റെ മേലെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അതിനൊരു ഗ്ലാസ് എടുത്തു തരാൻ പറഞ്ഞു. തൊള്ളടരുത്. പിന്നെ ഇന്നിട്ടയില് എൻ്റെ ഇക്ക എങ്ങനെ മരിച്ച് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞത് സത്യമാണ്. അതിൻ്റെ കുറേ മെസ്സേജസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ ഫോണ് അവിടെ സ്റ്റേഷനിൽ ഒരു 5 മാസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഫോണിലത്തെ മെസ്സേജസുകൾ, ഇക്കാൻ്റെ ഫോൺ ഞാൻ കൊടുത്തു. പക്ഷെ അതിലത്തെ അതിലെ മെസ്സേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഞാൻ എടുത്തു. അതിൽ കുറേ മെസ്സേജുകൾ കണ്ടു. അതിലത്തെ ഒരു പെണ്ണിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. ഇക്ക മരിക്കണതിൻ്റെ ഒരു മാസം മുന്നോട്ട് അയച്ച മെസ്സേജുകളാണ്. അന്ന് തന്നെ ഞാൻ റീൽസ്, യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മറച്ചു വെക്കണില്ല. എൻ്റെ ലൈവിൽ എപ്പോഴും കയറി വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു ഷെമി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ലൈവിൽ എപ്പോഴും കയറി വരുമായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ലൈവ് ഇടുക. യൂട്യൂബിൽ ലൈവ് നമ്മൾ അത്ര യൂട്യൂബ് ചാനൽ അത്ര ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്താ പറയുക, സബ് അത്ര ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ 100K ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുമായിരുന്നു. അതിലൊരു പെണ്ണ് ഷെമി പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് എന്നോട് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറയലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏത് ഗ്രൂപ്പിലും ജോയിൻ ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ദേഷ്യത്തിൽ അവള് എൻ്റെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുമായിരുന്നു. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവളെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ജംഷി ഉണ്ട്. ജംഷി എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ടാണ്. അവളുടെ ഹസ്ബൻഡും മക്കളൊക്കെ എന്നായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരാൾക്കാരാണ്. അപ്പോൾ അവളിടയ്ക്ക് എൻ്റെ ലൈവിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ലൈവ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവള് കയറി വന്നിട്ട് അവൾക്ക് മനസ്സിലായി ജംഷി എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ തന്നെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓരോ ദിവസം കഴിയുന്തോറും പല പല കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ദേ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ് കേട്ടോ. ഷാജിദ ഷാജിയുടെ ഹസ്ബൻഡ് മരിച്ചത്. ഷാജിദ ഷാജി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കേട്ടതുമാണ്. എന്നാൽ ഇപ്പോൾ ഷാജിദ ഷാജി തന്നെ മുന്നോട്ട് വന്നിട്ട് പറയാണ്, എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് ഞാൻ കാരണമല്ല, എന്റെ ഇക്കാക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ കാരണമാണ് എന്റെ ഇക്ക ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ഷാജിദ പറയുന്നത്. ശരിക്കും ഒരു പാപം തന്നെയാണ് ഈ ഷാജിദ പറയുന്നത്. മരണപ്പെട്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മനുഷ്യന് കബറിൽ പോലും സ്വസ്ഥത കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മഹാപാപം തന്നെയാണ്. എന്റെ ഫ്രണ്ടാണ്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവളും ഈ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് അവള് ലൈവിൽ മുഖം കാണിച്ചിട്ട് സംസാരിക്കില്ല, മെസ്സേജ് ഇടായിരുന്നു. അപ്പൊ ഈ പറയുന്ന റംലാനിയും എൻ്റെ ആ ജംഷിനി ഞാൻ എടുത്തെടുത്ത് പറയായിരുന്നു. ജംഷിനെ പിന്നെ അവൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇടയിൽ പറഞ്ഞാൽ ഇപ്പോഴല്ലാട്ട 2 കൊല്ലം ഇക്ക മരിക്കുന്നതിന് മുന്നത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈവിൽ കയറി വരുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രൂപ്പ് ഒരു ലിങ്ക് അവൾ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ലൈവിൽ. പക്ഷെ ആ ലിങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷെ ആ ലിങ്ക് എങ്ങനത്തെ ലിങ്കാണെന്ന് മറ്റേ വേറെ തരത്തിൽ ലൈവ് ഇടുന്ന ലിങ്കാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ മോശം രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇടുന്ന ആൾക്കാരാണ്. പക്ഷെ ഫേക്ക് അക്കൗണ്ടാണ്. പക്ഷെ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഇക്കാൻ്റെ ഫോണിലെ മെസ്സേജസുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഇക്കാനായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ റീൽസുകൾ എടുത്തിട്ട് എൻ്റെ ഇക്കാനോട് എൻ്റെ റീൽസിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇക്കാക്ക് അയച്ചു കൊടുത്തിട്ട്, ഇത് നിൻ്റെ വൈഫല്ലേ, നിൻ്റെ വൈഫിന് നിനക്ക് ജീവനല്ലേ, നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിയണല്ലേ. എന്നിട്ടൊരു ആപ്പ് ഇട്ടത് എന്താന്ന് വെച്ചാൽ, ഇത് അയച്ചപ്പോൾ ഇക്ക അതേന്ന് ഇക്ക പറഞ്ഞിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഇവളുടെ പരിചയം എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്നെ എങ്ങനെയാണ് പരിചയം എന്ന് എൻ്റെ ഇക്ക ചോദിച്ചിരിക്കുന്നു. അപ്പം അവൾക്ക് ഇക്ക കുറേ തവണ കോൾ വിളിച്ചിട്ടുണ്ട്. അവൾ കോൾ എടുത്തിട്ടില്ല. ഇൻസ്റ്റഗ്രാം കോളാണ് വിളിച്ചിരിക്കുന്നത്, എടുത്തിട്ടില്ല.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവളോട് ലൈവൊക്കെ കാണലുള്ള ആളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതൊക്കെ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ ഞാൻ ഇടാത്തതാണ് ആ തെളിവ്. മെസ്സേജ് ഉണ്ടാണ്ടിരിക്കടാ, മെസ്സേജുകൾ എൻ്റെ അടുത്ത് ഉണ്ട്. ആ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ട്. ഷെമി പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വന്ന് പെണ്ണിൻ്റെ വോയിസ് അടക്കമുണ്ട് കേട്ടോ. വോയിസ് റെക്കോർഡ് വരെ ഉണ്ട്. പെണ്ണാണെന്ന് മനസ്സിലാവാൻ അവളുടെ വോയിസ് കൊണ്ടാണ് മനസ്സിലായത്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കേസിൻ്റെ പിന്നാലെ പോവാത്ത എന്താന്ന് പറഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ് ഇനിയും കിട്ടാനുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടി ഒന്ന് കിട്ടട്ടെ. ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് എനിക്കറിയണം. എൻ്റെ ഇക്കാനെ ഇല്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിക്കും. എന്തിനാണ് ഇക്ക ഇങ്ങനെ ചെയ്തതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനത് അറിയും. അത് അറിഞ്ഞു പറഞ്ഞാൽ ഏതവളാണെങ്കിലും പിടിക്കും പറഞ്ഞാൽ പിടിക്കും. അത് ഉറപ്പാണ്. എൻ്റെ മക്കളെ എത്തിയുമാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ. ഞാൻ എന്നിട്ട് ആ മെസ്സേജ് നോക്കിയപ്പോൾ അവൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നിന്റെ ഭാര്യ എങ്ങനെയല്ലേ, നിന്റെ ഭാര്യനെ എങ്ങനെയല്ലേ, നിങ്ങൾ ആഴ്ചയിൽ അവൾ വരലില്ലേ ഷോപ്പിൽ കച്ചവടത്തിന് നിൽക്കുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും ഇക്ക ചോദിക്കുന്നുണ്ട് എന്തിനാ അവളെ കുറിച്ച് സംസാരിക്കുന്നത്, എന്താണ് അവളുടെ പ്രശ്നം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഇക്ക തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇവളോട് ചോദിച്ച് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മായിയുടെ മോന് അവളുടെ അമ്മായിൻ്റെ മോനായിട്ട് എനിക്ക് ഗൾഫിലാണത്ര, എനിക്ക് കണക്ഷൻ ഉണ്ട്, 25,000 രൂപ ഞാൻ അവൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്. 25,000 രൂപ മേടിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നിട്ടുണ്ട്. അതുപോലെ മെസ്സേജ് അയച്ച ചാറ്റുകാർ. അപ്പോൾ എനിക്ക് ഡൗട്ടായി. കാരണം നമ്മൾ അങ്ങനെ ഒരാളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞാൽ ആ ഒരു ഇടയിൽ ഇക്ക മരിക്കുന്നതിൻ്റെ ആ 1 മാസത്തിൻ്റെ ഇടയിൽ ഇക്ക എന്നോട് ഈ ഒരു കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇക്ക അങ്ങനെ മെസ്സേജ് നോക്കണത്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ ഇക്കാക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആളത് ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വോയിസ് ഇട്ടിരിക്കുകയാണ് ഇവള്. എന്താണ്, എൻ്റെ അമ്മായിൻ്റെ മകളിലായിട്ട് നിൻ്റെ കെട്ടിയോള് ഒളിച്ചോടാൻ പോവാണ്, ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവൾ പോവും, നീ ഒന്ന് നോക്കിക്കോ. നുണച്ചി എന്ന് പറയണ എന്താണ്, നുണച്ചി ഞാൻ കണ്ടുപിടിച്ച് തരാം മക്കളെ. എൻ്റെ ഇക്കാനില്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിച്ച് തരാം. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതവളാണ് കളിച്ചതെങ്കിലും ഞാൻ അവളുടെ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഓക്കെ. എന്നിട്ട് ഇവള് ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചു എന്തിനാ അത് ചോദിച്ചപ്പോൾ, എന്താണ് നമ്മുടെ ഇസാഫിൻ്റെ പൈസ അയക്കുന്നത് അക്കൗണ്ട് വഴി ഇങ്ങനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എടുക്കണം പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഇക്ക കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽസിൽ എനിക്ക് 25,000 വന്നിട്ടില്ല, 30,000 വന്നിട്ടില്ല, എൻ്റെ അക്കൗണ്ടിൽ പൈസയെ വന്നിട്ടില്ല. അത് എന്നിട്ട് ഇവളോട് വീണ്ടും ഇക്ക സംസാരിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, അവളുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ക്യാഷ് വന്നിട്ടില്ല എന്ന് ഇവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൾ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കെട്ടിയോൾ അങ്ങനത്തെ ആളല്ല, അവൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് ആൾ മാറിയെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെന്താ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നീ നോക്കിക്കോ, ഒരാഴ്ചയും കൊണ്ട് അവൾ നിന്നെ പറ്റിച്ചിട്ട് ഗൾഫിലേക്ക് പോകാൻ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് പാസ്പോർട്ടില്ല, വേറെയുള്ള സംഭവങ്ങളില്ല, എൻ്റെ അക്കൗണ്ട് എൻ്റെ ഇക്ക അറിയാത്ത പൈസകൾ എനിക്ക് വരലില്ല. എൻ്റെ ഇക്ക അറിയും, ഇസാഫിൻ്റെ ആയാലും മുത്തൂറ്റിൻ്റെ ആയാലും പൈസ ഓരോരുത്തർക്ക് അയക്കുന്നത് എൻ്റെ ഇക്ക ആ അക്കൗണ്ട് വഴിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ബറോഡയിൽ മാത്രമാണ് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ആ അക്കൗണ്ടിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പൈസയെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഇക്കാക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും അവളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള മെസ്സേജ് അവളുടെ ഫോണിലില്ല, അവളുടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇക്കാന് ഇവള് കോള് വിളിച്ചിട്ട്, ഇവള് ഇൻസ്റ്റഗ്രാം വഴി മാത്രമാണ് കേട്ടോ, മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ നുണച്ചി പറയുന്നവരും ബാക്കിയുള്ളവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ തെളിവ് കിട്ടിയാൽ ഞാൻ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യും. ശരിക്കും ആ മനുഷ്യന് കബറിൽ പോലും സ്വസ്ഥത കിട്ടുന്നില്ല. മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മാതിരിയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതല്ല, ഇതൊക്കെ സത്യമാണെങ്കിൽ പോലും ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോ ഇതൊക്കെ എടുത്ത് പബ്ലിക്കിലിടേണ്ട എന്ത് ആവശ്യമാണ്? എന്തിനാണ് മരണപ്പെട്ട ഒരാളിനെ കുറിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്താണ് അവരുടെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഇനിയും കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാണ്ട്. ആരാണ് എന്താണെന്ന് ഫേക്ക് അക്കൗണ്ടാണ്, ആളിനെ കറക്റ്റായിട്ട് കണ്ടു കിട്ടിയിട്ടില്ല. അത് കിട്ടി പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും. ഈ കേസ് ഞാൻ പുതുക്കാൻ ഞാൻ കൊടുക്കും. ഈ അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞ മെസ്സേജസ്, ഈ പെണ്ണിൻ്റെ മെസ്സേജ്, ഈ വന്ന വോയിസ് മെസ്സേജ്, ഇൻസ്റ്റഗ്രാമിൽ വന്ന ഇക്കാൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്.
ഞാനത് ഏൽപ്പിക്കേണ്ടവരനെ ഏൽപ്പിക്കും. അപ്പോൾ ഇവളിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു, നിനക്ക് ആൾ തെറ്റിയിരിക്കുകയാണ്, ഇവളല്ല, എൻ്റെ കെട്ടികൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ട്, അപ്പോൾ നിൻ്റെ കെട്ടികളല്ലേ ലൈവ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്, ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതേ മെസ്സേജ് എൻ്റെ റംലാക്ക് പോയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ റംലാക്ക് പോയിട്ടുണ്ട്. എൻ്റെ ജംഷിക്ക് പോയിട്ടുണ്ട്, ജംഷിൻ്റെ ഹസ്ബൻഡ്. എന്നിട്ട് എൻ്റെ ഇക്കയും ജംഷിയും കൂടി സംസാരിച്ചിട്ടുണ്ട്. ജംഷിൻ്റെ ഹസ്ബൻഡ് വിളിച്ച്, എറണാകുളത്തുള്ള ജംഷിൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ഇക്ക അവളോ ജംഷിനോട് സംസാരിച്ചിട്ടുണ്ട്. ഷാജിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടാ, എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടാ, എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും, എവളാണെങ്കിലും, ഇത് ശരിക്കും ഇക്കാൻ്റെ പെങ്ങളാണ് കളിച്ചതെങ്കിൽ അവളെ ഞാൻ വീട്ടിൽ കയറി തല്ലും. അത് ഉറപ്പാണ്. അവളെ ഞാൻ വീട്ടിൽ കയറി അടിക്കും പറഞ്ഞാൽ അടിക്കും. അവളെ വലിച്ചിട്ട് ഞാൻ പുറത്തിട്ട് ഞാൻ ചവിട്ടും. അത് ഉറപ്പാണ്. ഷാജിദ, നിന്റെ കൂടെ 10-15 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരു മനുഷ്യനല്ലേ അത്? അതും മരണപ്പെട്ടു പോയതാണ്. ഇനി ആ പാവത്തിനെ കുറിച്ചിട്ട് ഇല്ലാ കാര്യങ്ങൾ പറയാതിരിക്കുക. ആ മനുഷ്യൻ കബറിലെങ്കിലും സ്വസ്ഥതയോടെ കിടന്നു. അല്ല, വേറെ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ആണ് കളിച്ചിരിക്കണമെങ്കിൽ അത് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഡീറ്റെയിൽസ് കുറച്ചും കൂടി കിട്ടാനുണ്ട്. ആ ഡീറ്റെയിൽസും കൂടി കിട്ടട്ടെ. ഏതവനാണ്, ഏത് ഗൾഫിലത്തവനാണ്, ശരി അങ്ങനെ ഗൾഫിലത്തെ ഒരാളുണ്ട്, അങ്ങനെ എൻ്റെ ആ മൊബൈൽ എൻ്റെ കയ്യിലും ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നത് ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫോൺ ഓപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് തെളിവ്, എൻ്റെ ഇക്ക മേടിച്ചു തന്ന ഫോണാണ് എനിക്കത്. അതിൽ ഞാൻ തെളിവിന് വേണ്ടിയിട്ടാണ് അത് എത്ര കഷ്ടം വന്നിട്ട് ഞാനത് വിറ്റിട്ടില്ല. കാരണം എനിക്ക് അറിയണമായിരുന്നു, ഞാനിത് തെരഞ്ഞ് നടക്കുകയായിരുന്നു. ഇതിനിപ്പോൾ എന്താ പറയുക, റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ ബാക്കിയുള്ളത് വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ അറിയണം, ഇതിൻ്റെ ഇടയിൽ കളിച്ച ഒരു പെണ്ണ്, ഒരാളുടെ ജീവിതം, 5 എത്തി മക്കൾ, 5 ആളുടെ മക്കൾ, എന്നിട്ട് എല്ലാവരും പറഞ്ഞു നടന്നത് എന്താണ്, ഞാൻ കൊന്നു. എൻ്റെയൊക്കെ മരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് എൻ്റെ അടുത്ത് തല്ലുകൂടുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് തല്ലുകൂടായിരുന്നു, എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് തല്ലുകൂടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് തല്ലുകൂടുന്നത് അല്ലെങ്കിൽ ഇതാണ് കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഡീറ്റെയിൽസ്, ഇക്കാൻ്റെ മെസ്സേജ് കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്തപ്പോഴാണ് ഇക്കാക്ക് വന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തതിന് ശേഷം ഇതേ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ആരാണ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്തായാലും എൻ്റെ മക്കളുടെ ഉപ്പ പോയി, ആര് പിരികേറ്റിയിട്ടാണെങ്കിലും എൻ്റെ ഇക്ക ചെയ്തത് തെറ്റാണ്. ഒന്ന് അന്വേഷിക്കായിരുന്നു, അല്ലെങ്കിൽ എന്നെ പറ്റി അന്വേഷിക്കായിരുന്നു. എൻ്റെ കാര്യങ്ങൾ ഇക്ക 15 കൊല്ലം കൂടെ നിന്ന് ഈ 5 മക്കളെയും പോറ്റി ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ച് അവരുടെ കൂടെ നിന്നിട്ടുണ്ടറിയോ. എന്നിട്ട് ഒരുത്തി വന്നൊരു മെസ്സേജ് ഇടുമ്പോഴേക്കും അവളുടെ വാക്കും കേട്ടിട്ട് ഈ പണി ചെയ്തിരിക്കണമെങ്കിൽ ഇതിനെ പറ്റി പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം നമ്മൾ അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ്. അത്രയും സപ്പോർട്ടായിട്ട് നമ്മൾ ഈ 5 മക്കളിനൊക്കെ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കൂടെ നിന്ന ആള് നമ്മളെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എൻ്റെ ഇക്കാനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഒരൊറ്റ നിമിഷം, ഒരു മെസ്സേജ്, ആ ഒരു മെസ്സേജിൻ്റെ കാര്യത്തിലാണ് എൻ്റെ ഇക്കാനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. അത് ഏതൊരുത്തി ഇല്ലാണ്ടാക്കിയാലും ഞങ്ങളുടെ സന്തോഷം കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ ഈ കോടതിയിൽ നിങ്ങൾ, ഈ ദുനിയാവിൻ്റെ കോടതിയിൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. അടച്ചോൻ്റെ കോടതിയിൽ ഒരിക്കലും രക്ഷപ്പെടില്ല നിങ്ങൾ. അത് ഞാൻ ഇപ്പം നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് പറയണേ, എൻ്റെ ഇക്കാനെ ഞാൻ കൊന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ്. അത്രയും ഞങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ച എൻ്റെ ഇക്കാനെ ഇല്ലാണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ രക്ഷപ്പെടും, പക്ഷെ പടച്ചോൻ്റെ കോടതിയിൽ നിങ്ങൾ ഒരിക്കലും പെടാൻ പോണില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയാം. എൻ്റെ മക്കളതാ, എൻ്റെ മോനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഇക്കാനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഇക്കാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ മനുഷ്യനെ പിരികേറ്റിയിട്ട് ആ മനുഷ്യനെ എന്താ പറയുക, ആ ഇക്കാക്ക് എന്നോട് ചോദിക്കാനും എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ടാണ് തല്ലുകൂടുന്നത് എനിക്ക് അറിയില്ല. പിന്നെ ഞാനൊരു കാര്യം, ഇക്കാൻ്റെ ഫോൺ ഞാൻ ചെക്ക് ചെയ്യാറേ ഇല്ല. ഇക്ക കൊടുന്ന് ടേബിളിൽ വെച്ചാൽ ആ ടേബിൾ എൻ്റെ ഫോൺ എടുത്ത് എപ്പോഴും നോക്കും. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതുകൊണ്ട് കമൻറ്റ് നോക്കും, ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നോക്കും. ഇക്കാക്ക് പറ്റാത്ത മെസ്സേജ് ഉണ്ടെങ്കിൽ ഇക്ക ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ ചെയ്യണ മനുഷ്യനാണ്.
പക്ഷെ ഈ മെസ്സേജ് മാത്രം ഞാൻ കണ്ടിട്ടില്ല. ഈ മെസ്സേജ് ഞാനിപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് ഇക്കാൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായി, ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ടെൻഷനിൽ, അതിൻ്റെ ആ ഒരു ഇതിലാണ് അന്നിക്ക അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്നോട് അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കും. എന്നോട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയായിരുന്നു. എന്ത്, ആരെങ്കിലും നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നാ, അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മനസ്സ് കനല് ഉള്ളിൽ ഇട്ടിട്ടാണ് പോയിരിക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു വലിയൊരു കനലിട്ടിട്ടാണ് എന്നെ വിട്ട് പോയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞതാണ് എൻ്റെ ഇത് സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു.